എന്താ പറയുക, നല്ല തിയേറ്ററിലെ എക്സ്പീരിയൻസ് ഉണ്ട്. ചില മൊമെന്റ്സ് ഉണ്ട്. ചില നമ്മൾ നോർമലി ഇങ്ങനെ തെലുങ്ക് പടങ്ങളൊക്കെ കാണുമ്പോൾ VFX ഒക്കെ ചില സ്ഥലത്ത് ബോറാകുന്നത്, പക്ഷേ ഇത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. 8 മിനിറ്റ് കണ്ടിന്യൂസ് VFX ഉള്ള സീനൊക്കെ ഉണ്ട്. അത് ഒരു സെക്കൻഡ് പോലും നമുക്ക് സ്ക്രീനിൽ കണ്ണെടുക്കാൻ തോന്നത്തില്ല. പിന്നെ ഹീറോ ആയിട്ട് അഭിനയിച്ച ആളായാലും വില്ലനായാലും നല്ല രസമുണ്ട്. ഇപ്പം ജയറാമേട്ട കാണില്ല, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ക്യാരക്ടറാണ് അത്. നമ്മൾ ട്രെയിലർ കാണുമ്പോൾ ഇച്ചിരി കോമഡിയുള്ള കഥാപാത്രമാണെന്ന് വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. ഭയങ്കര രസമായിട്ടുള്ള കഥാപാത്രമാണ് അത്. ജയറാമേട്ടൻ നമ്മൾ മലയാളത്തിൽ നിന്ന് മറ്റൊരു നടൻ ഇതേപോലെ ഒരു എക്സ്പീരിയൻസ് വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടൊരു ഫീൽഡിൽ നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം ഇത് സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗംഭീര സിനിമയാണ്. ഫൈറ്റുകളൊക്കെ ആണെങ്കിൽ എടുത്തു പറയണം. ഭയങ്കര രസമാണ് എൻ്റെ ഫൈറ്റുകൾ. ഉറപ്പായി ആ ലെവലിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്ക്രീനിൽ അത് കാണുമ്പോൾ അത് ഓരോ പ്രേക്ഷകനും അത് ഫീൽ ചെയ്യും. ഉറപ്പാണ്. ലോകയായിട്ടൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ലോക നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെവലൊരു പടമാണ്. ഇത് അവർക്ക് വേണമെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. ലോക ഇതുമായിട്ട് ഒരിക്കലും കമ്പയർ രണ്ടറ്റത്താണ്. ഗംഭീര വിഷ്വൽ എഫക്റ്റ് ആണ്. തിയേറ്ററിൽ വന്ന് ആസ്വദിക്കാൻ പറ്റിയ പുള്ളിയുടെ ഇതിന് മുന്നത്തെ പടം എന്ന് പറഞ്ഞാൽ ഹനുമാനാണല്ലോ. അപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട് സിനിമ. ഹനുമാനേക്കാളും ബെറ്റർ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ രണ്ട് രീതിയിൽ നമുക്ക് ആസ്വദിക്കാം. നല്ല രസമുണ്ടായിരുന്നു. ഒരു എന്താ പറയാ, സൗണ്ടും എല്ലാം കൊണ്ട് നമുക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റും. നല്ലൊരു മൂവിയാണ്. സൂപ്പറോടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ല. ശരിക്കും പല സിനിമകളും കണ്ടു പഠിക്കണം ഇതിൻ്റെ CGI. കാരണം ഒറിജിനൽ തോറ്റുപോകും. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് CGI ചെയ്തിരിക്കുന്നത്. പിന്നെ ജയറാമേട്ടനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇന്റർവ്യൂലൊക്കെ കഴിഞ്ഞപ്പോൾ ആരെങ്കിലും പറഞ്ഞു അത് ജയറാമേട്ടൻ. കാരണം പുള്ളിയൊക്കെ വളർത്തി താടിയൊക്കെ വളർത്തി വേറെ യോഗിയായിട്ടായിരുന്നു. പക്ഷെ പുള്ളി രസമുണ്ട്, നല്ല ചെയ്തിട്ടുണ്ട്. പടങ്ങളിൽ ഇതെല്ലാം ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിലും എടുത്തു പറയത്തക്ക ഇതിൻ്റെ ക്യാമറയും ആർട്ട് വർക്കാണ്. നല്ല ഡയറക്ഷനാണ്. BGM കൊള്ളാം. എല്ലാം നന്നായിട്ട്